ഇപ്പോൾ ഒരു 4 മണി നേരം കേട്ടോ. ഞാനും പാറുക്കുട്ടിയും ചായ വെച്ച് കുടിക്കാൻ പോകാം കേട്ടോ. പാറുക്കുട്ടിക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി പലഹാരം കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരമൽ ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പഞ്ചസാരയല്ല വിതരണം കേട്ടോ. ഇതിപ്പോൾ ശർക്കരയുടെ പൊടിയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ആകുമ്പോൾ ഒരു അൺഹെൽത്തി അല്ലേ, മനസ്സിനൊരു സുഖം ഉണ്ടാവില്ലേ പഞ്ചസാര ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ടിട്ട് എടുത്തിട്ട് കൊടുത്താൽ പാറുകുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരമൽ ദോശ എന്ന് പറഞ്ഞാൽ കറിയുടേക്കാളും ഇഷ്ടം ഇങ്ങനെ കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതേ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രിയിലേക്കുള്ള ചോറൊക്കെ ചൂടാക്കി എടുത്തു. പിന്നെ ഞങ്ങൾ കയ്യും കാലൊക്കെ കഴുകിയിട്ട് വിളക്ക് വെക്കുക കേട്ടോ. സന്ധ്യ നേരമായി. അപ്പം ഞങ്ങൾ വിളക്ക് വെച്ചു കേട്ടോ. പിന്നെ വിളക്ക് വെച്ചാൽ പാറുകുട്ടിയുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും, നാമൊക്കെ ജപിക്കും ആൾ. പക്ഷെ ആൾക്ക് എത്താത്ത കാരണം നല്ല ഹൈറ്റിലാട്ടോ ചേട്ടൻ വിളക്ക് വെക്കണത് സെറ്റ് ചെയ്തേക്കണത്. അത് മോള് തട്ടിടാൻ ഇതിരിക്കാൻ വേണ്ടി ചെയ്താട്ടോ. അപ്പോൾ ആൾ കുഞ്ഞു കസേരയമ്മ കയറിയിട്ടാണ് കേട്ടോ തൊഴൊക്കെ ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ എന്നത്തെയും പോലെ സൈക്കിൾ ചവിട്ടി അങ്ങനെ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടിട്ടോ. അപ്പോൾ കിടികളെ പിന്നെ കാണാം.